ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇട്ടിട്ടുണ്ട്, കയറി കാണുക കേട്ടോ. നാളത്തെ ആദർശിൻ്റെയും നയനയുടെയും കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട് അവസാനിപ്പിച്ച എപ്പിസോഡിൽ ആകെ നമുക്ക് സങ്കടമാകുന്ന കാര്യങ്ങളാണ് ഈ ആദർശ് പറഞ്ഞത്. എന്തോ ആദർശൻ്റെ സൈക്കോയാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഇവള് ഇനി പോയ വഴിക്ക് പൊക്കോണം, ഇങ്ങോട്ടേക്ക് വരരുത്, 1 വർഷത്തിന് വേണം ജോലി തരാം, ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കണം. നയനേനെ വേണം ആദ്യം ഓടിക്കാനായിട്ട്. എന്തായാലും തൻ്റെ താലി സംരക്ഷിക്കുമെന്ന ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ടാണ് നയന അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ ഈ ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ ആദർശിൻ്റെ മനസ്സിൽ നയനയോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും കുറച്ച് എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലായതാണ്. പക്ഷേ തൻ്റെ അമ്മയോട് ഇങ്ങനെ പെരുമാറിയതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തായാലും നയന തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താനൊരു കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് തൻ്റെ അച്ഛനെയും അമ്മയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ഡിസൈനറായിട്ടും ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറെ ആരുടെ ഔദാര്യത്തിൽ ഒരു ജോലിയും ചെയ്യേണ്ട, ആരുടെ ഔദാര്യവും വേണ്ട. തനിക്കറിയാവുന്ന തൻ്റെ കൈത്തൊഴിൽ ചെയ്ത് തന്നെ തൻ്റെ കുടുംബത്തെ താൻ സംരക്ഷിക്കുമെന്ന ഉറച്ച തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നയന എന്ത് ചെയ്തു? നയന ചെന്നിട്ട് പോകാനൊക്കെ ആയിട്ട് റെഡിയായി. ഇവനോട് ചോദിച്ചിട്ട് ഇവന് അനുവാദം കൊടുത്തുമില്ല. മാത്രമല്ല തന്നോട് സംസാരിക്കുക പോലും വേണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പം നയന പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വന്ന് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നവ്യയുണ്ട്, ജലജയുണ്ട്, അതുപോലെ തന്നെ ദേവയാനിയുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവള് പോകാനായിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങോട്ടാണ് നിൻ്റെ യാത്ര? എങ്ങോട്ടാണ് പോണത്? എങ്ങോട്ട് പോയാലും വേണ്ടില്ല, തിരിച്ചിങ്ങോട്ടേക്ക് വരാതിരിക്കുകയാണേ അതാണ് ഏറ്റവും വലിയ നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ നയന പറഞ്ഞു, ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ജോലി പൂർത്തിയാക്കിയതിന് ശേഷമേ ഇനി വിശ്രമമുള്ളൂ, എനിക്ക് പോകാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, നീ നിൻ്റെ വീട്ടിലേക്ക് പോവോ? ഇത്രയും ഇവിടെയൊക്കെ സംഭവിച്ചിട്ട് നീ വീട്ടിലേക്ക് പോവോ എന്നൊക്കെ ദേവയാനി ചോദിച്ച് ഒച്ചയെടുക്കുകയാണ് കേട്ടോ. ഏട്ടത്തിക്ക് അവൾ എന്തുമാത്രം വില തരുന്നുണ്ടെന്നൊന്നും ഓർത്ത് നോക്കിയേ എന്നൊക്കെ ജലജ ഇങ്ങനെ പറയണം. അപ്പോഴേക്കും നവ്യ ചോദിച്ചു, നിനക്ക് വട്ടാണോ നയനെ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ അങ്ങോട്ടേക്ക് കെട്ടിക്കയറി പോകണം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ മിണ്ടരുത്, എൻ്റെ ചേച്ചിയാണെന്നൊന്നും ഓർക്കത്തില്ല, ചെകിട്ടടിച്ച് പൊട്ടിക്കും ഞാൻ. സ്വന്തം അച്ഛനും അമ്മയും കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത, മൈൻഡ് ചെയ്യാത്ത, നിൻ്റെ സുഖം മാത്രം തേടി അല്ലെങ്കിൽ നിൻ്റെ സുഖത്തിൽ മാത്രം ജീവിക്കുന്ന നീ എന്നെ ഉപദേശിക്കാനോ എന്നെ താക്കീത് ചെയ്യാനോ എന്നെ ചോദ്യം ചെയ്യാനോ ആയിട്ടില്ല, നീ മിണ്ടരുതെന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ നവ്യ ഞെട്ടിപ്പോയിട്ടോ. നയനക്ക് ഇത്രയധികം ശബ്ദമുണ്ടായിരുന്നോ, ശക്തി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പോയി. നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് ഒച്ച എടുക്കുമായിരിക്കും, നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് അവളേക്കാൾ വലിയ ചേച്ചി ആവുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അഥവാ ഇനി പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ പൊക്കോ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ പോവുക തന്നെ ചെയ്യും. കാരണം ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ആ വലിയൊരു കോൺട്രാക്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക്. ആ കോൺട്രാക്റ്റിൽ നിന്നും ഇനി അണുവിട മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. എൻ്റെ അച്ഛൻ്റെ ആ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു തീരുമാനം, ആ കോൺട്രാക്റ്റ് നടത്തി കൊടുക്കേണ്ടത് കാരണം എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി ഞാനത് പിന്നോട്ട് വെക്കില്ല, അത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ നീ പൊക്കോ, മുന്നോട്ട് പോ, നീ പിന്നോട്ടേ പോകണ്ട, മുന്നോട്ട് പോയി അവസാനം അവിടെ നിന്ന് പിന്നോട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാതിരുന്നാൽ മതി. നീ നിൻ്റെ വീട്ടിൽ നിന്നോ, അതാണ് ഞങ്ങൾക്കും താല്പര്യം. വെറുതെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ജയപാലനും അതുപോലെ ഈ മുത്തശ്ശനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണെന്ന് മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ദേവയാനി ഒന്ന് ഞെട്ടിയിട്ടോ. ദേവയാനി മുത്തശ്ശനെ ഇങ്ങനെ നോക്കുകയാണ്. മുത്തശ്ശനെ നോക്കി ദേവയാനി മുത്തശ്ശനരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങോട്ടാ മോള് പോകുന്നത് എന്ന് നയനയോട് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ ഞാൻ പൊക്കോട്ടെ, എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, ഞാൻ എല്ലാവരോടും പറഞ്ഞതായിരുന്നില്ലേ, ഒരു വലിയ കോൺട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത്, ലക്ഷങ്ങളുടെ കോൺട്രാക്റ്റാണ്. അപ്പോൾ അവിടെ മണ്ണ് കുഴച്ചിട്ടിരിക്കുകയാണ്, ചെയ്ത് തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട്, എനിക്കത് ചെയ്യാതിരിക്കാനാവില്ല. ഒരാൺകുട്ടി പോലും ഇല്ല എൻ്റെ വീട്ടിലെ അച്ഛനെ അമ്മേനെ ഒന്ന് സഹായിക്കാനായിട്ട്. ഞങ്ങൾ പെണ്ണുങ്ങളാണ് അതിൽ, ചേച്ചിയുടെ കാര്യം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഈ വീട്ടിൽ. എന്തായാലും എനിക്ക് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോഴേക്കും ഞാനതിന് എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മെക്കിട്ട് കയറുന്നത്? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, എൻ്റെ മെക്കിട്ട് എന്നെ ചാരി പറയേണ്ടെന്നും പറഞ്ഞത് നവ്യ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, ഞാനെൻ്റെ മൂർത്തി പറഞ്ഞു, അതെ നയനയും ഈ വീട്ടിൽ വന്ന 2 മരുമക്കളെയും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, നയനേനെ അറിയാം, നവ്യനെ അറിയാം. അതുകൊണ്ട് കൂടുതൽ നവ്യ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ അപ്പോൾ ദേവയാനി സംസാരിക്കാനോട്ടോ. ദേവയാനി പറഞ്ഞു, അച്ഛാ ഇവള് പോകുന്നത് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി, ആദർശിന് ഇഷ്ടമല്ല ഇവള് പോകുന്നത്, പിന്നെന്തിനാ ഇവള് പോകുന്നത്? ആദർശിന് ഇഷ്ടമല്ലാത്തിടത്തോളം കാലം ഇവള് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
അതെങ്ങനെയാണ്? ഇവളെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇവളല്ലേ, അല്ലാതെ ആദർശാണ്. ഭർത്താവ് കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഭർത്താവിനെ അടിമയാക്കി വെച്ചിരിക്കുകയാണോ? ഇവിടെ ഈ കുടുംബത്തിൽ നിങ്ങൾ ആരെങ്കിലും അടിമയാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനും സ്വന്തം കുടുംബത്തിലേക്ക് 4 കാശ് സമ്പാദിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവനവൻ ആവശ്യമുള്ളത് സമ്പാദിച്ചെടുക്കാനും ഒക്കെ ഒരു പുരുഷൻ എന്ന പോലെ സ്ത്രീക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തടയാൻ ആർക്കാണ് അധികാരം? സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ഉത്തരവില്ല. നിങ്ങളുടെ ഈ മൗനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നയനമോൾ പോകുക തന്നെ ചെയ്യും. ആർക്കാ തടയാൻ പറ്റുന്നത്? തടയാൻ ധൈര്യമുള്ളവർ തടഞ്ഞോ. പിന്നെ ഇവൾ പറഞ്ഞ പോലെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കണ്ട. മോള് മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് പോയി അവിടെ ചെന്ന് മോള് മുന്നോട്ട് തന്നെ ഇങ്ങോട്ട് പോകും, പിന്നോട്ട് വരണ്ട, പിന്നോട്ട് നടക്കാൻ മോള് ഞണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ. അപ്പോഴേക്കും അനി അത് പൊളിച്ച് മുത്തശ്ശാന്ന് പറഞ്ഞിട്ട് അനി അങ്ങനെ നയന എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയം ദേവയാനി ആദർശിൻ്റെ അരികിലേക്ക് ചെന്നു. കേട്ടോടാ നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത്? അവൾ പോയി വീണ്ടും. നിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണോ പോയത്? നീ പറഞ്ഞില്ലേ പോകണ്ട എന്ന്? നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനാണ് പറയുന്നത്? എന്തായാലും അവളെ ഇന്നലെ ഞാനിവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടത്തില്ല. അവളുടെ ഒരു കാര്യത്തിലും ഭർത്താവാണ് എന്ന രീതിയിൽ ഞാൻ ഇടപെടത്തേയില്ല. അപ്പോഴേക്കും നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അവളുടെ ഭർത്താവാണ് എന്നൊരു ചിന്ത. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അവളുടെ ഭർത്താവ് ആകണമെന്നൊരാഗ്രഹം? അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ മോൻ പറ, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഇവിടെ എല്ലാവരും പറയുന്നു നിനക്ക് അവളെ വലിയ ഇഷ്ടമാണ്, ഞാൻ കാരണമാണ് നീ അവളെ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ. അങ്ങനെയാണോ? ഞാൻ കാരണമാണോ നീ അവളെ ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. എന്നാൽ പൊട്ടിദേവയെ എനിക്ക് മനസ്സിലാവത്തില്ലേ? അവൻ ഉദ്ദേശിച്ചത് നയനയെ തനിക്ക് ഇഷ്ടമാണ് എന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഇത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകാത്തതാണെന്ന് അറിയത്തില്ല. ഈ ഉറക്കം നടിക്കുന്നവരെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റില്ല. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റില്ല എന്ന് കേട്ടില്ലേ? അതുപോലെ ദേവയാനി അങ്ങനെ വിചാരിക്കുന്നതാണോ ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും നയനയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. മോള് ജോലിക്ക് വരണ്ട, ഇനി ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് വരണ്ട, ഇവിടെ കോൺട്രാക്റ്റൊക്കെ എങ്ങനെയൊക്കെ നടന്നോളും, മോള് വരണ്ട, മോള് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. നയന പറഞ്ഞു എൻ്റെ വീടും കൂടെ അല്ലേ ഇത്, എനിക്ക് ചെയ്ത് നിങ്ങളെ സഹായിക്കാനുള്ള അധികാരമില്ല, ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എത്ര അനുവാദം ചോദിച്ചാലും വേണ്ട എന്ന് ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ശരി അച്ഛാ, എന്നാൽ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല, ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം, അങ്ങനെ ഒരു സമ്മതം അച്ഛനും അമ്മ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവസാനം അവർ മുട്ടുമടക്കാണ്. നയനയ്ക്ക് മുമ്പിൽ നീ വാ മോളെ, നീ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് നീ വരുന്നത് ഞങ്ങൾക്ക് ഒരു ഇഷ്ടക്കേടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ നയനയുടെ കയ്യെ കാലെ പിടിക്കേണ്ട ഒരു ആവശ്യം ഇവന് വരികയാണ്, ആദർശിന് വരികയാണ്. ഓഫീസുമായി ബന്ധപ്പെട്ട് നയന കുറേ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് നയനയുടെ ആവശ്യം വരികയാണ്. വേറെ ഒരു നിവൃത്തിയില്ല, നയനയോട് കാര്യം സംസാരിക്കുക മാത്രമേ ഉള്ളൂ. നയനയോട് പിണങ്ങി നടക്കാൻ ഇവന് യാതൊരുവിധ നിർവാഹവും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളത്തെ ഫുൾ എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ രാവിലെ വരുന്നതായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ പിന്നെയുണ്ടല്ലോ ഏതോ ജന്മകൽപ്പനയിൽ അതിൻ്റെ ഒരാഴ്ചത്തെ കഥ നാളെ രാവിലെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്, അതും കാത്തിരിക്കുക. സി ഓക്കെ, താങ്ക് യു.